ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴേ ഇന്നത്തെ എൻ്റെ ജോലി ഇവിടെ ആരംഭിക്കുകയാണ്. രാവിലെ തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു. പിന്നെ ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഇത് വെള്ളം ചൂടായിട്ടുണ്ട്. ഈ അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. എത്ര ഉണങ്ങിയ വിറക് വെച്ചിട്ടും തീ കത്താൻ വല്ലാത്തൊരു പ്രയാസം. അപ്പോഴേ ഞാൻ ചെറിയ വിറകുകളൊക്കെ ഒടിച്ചങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കുകയാണ്. ഇപ്പം തീ കത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത നമുക്ക് കറി വയ്ക്കണ്ടായോ എന്തെങ്കിലും. ബീൻസ് ഇരിപ്പുണ്ടേ, ഞാനത് ബീൻസ് കറി വയ്ക്കാൻ പോവുകയാണ്. കറിയല്ല, മെഴുക്ക് പുരട്ടി. അപ്പം അത് വയ്ക്കാം. കുറേ ദിവസമായി ബീൻസ് മേടിച്ച് വെച്ചിട്ട്. അപ്പോഴത് നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നത് ഒത്തിരി മൂത്തിട്ടുണ്ട്. ബീൻസ് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ സവാള, പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട്. അപ്പോഴേ തോരൻ വയ്ക്കുന്നില്ലെന്ന് വിചാരിച്ച്, തോരൻ വെച്ചാൽ ഇന്നും കളയുക പതിവ്. ഈ വിലയും പിടിച്ച് തേങ്ങ വാങ്ങിച്ച് തോരൻ വെച്ച് അത് കളയുക എന്ന് വെച്ചാൽ വലിയ താല്പര്യമില്ല ബീൻസ് തോരനൊന്നും കൂട്ടാൻ. പിന്നെ ആളും പേരും അധികം ഇല്ലല്ലോ. അപ്പോൾ ഞാനത് ഉപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഞാനെടുത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ സ്വല്പം വെള്ളവും എണ്ണയും കൂടെ ഒഴിച്ച് ഞാനതൊന്ന് ഉപ്പി പറ്റിച്ചു ഈ ബീൻസ്. അത് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് ഇളക്കിയെടുത്താൽ മതി. പിന്നെ വേറെ ഒരു ഇപ്പോഴേ നാളെ പള്ളി കൊണ്ടുപോകാൻ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോഴേ അതിനു വേണ്ടി ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ഉണക്കിക്കൊണ്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. അപ്പം പൊടി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കുക. അല്ലാതെ ഞാൻ അരിയിട്ട് അത് അരച്ചാൽ ചിലപ്പം വെള്ളം കൂടിപ്പോയാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് പൊടിപ്പിച്ചെടുത്തുകൊണ്ട് വരാനാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ വെയിലത്തോട്ടിടാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേ ഞാൻ 3 കപ്പ അരി ഇട്ടത്, അതായത് ഒരു 2 നാഴി വീതം ആ ഒരു കപ്പിന് കൊള്ളും. അങ്ങനെ ആകുമ്പോൾ ഏകദേശം 1.5 കിലോ അരിയോളം ഉണ്ട്. അപ്പോഴതെല്ലാം നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകി പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് പറ്റിപ്പറക്കി പിന്നെ ഞാൻ കഴുകി എടുക്കുകയാണ്. എടുത്തിട്ട് നല്ല വെയിലുണ്ടല്ലോ, ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ഉണങ്ങി കിട്ടുമല്ലോ. ഉണങ്ങിയത് കൊണ്ടൊന്ന് പൊടിപ്പിച്ചാൽ പിന്നെ അത് വറുക്കേണ്ടി ഒന്നും ആവശ്യം വരത്തില്ല. അതങ്ങ് നമുക്ക് ഒരു ബോട്ടിലിട്ട് വയ്ക്കാം ബാക്കിയുണ്ടെങ്കിൽ. ബാക്കിയുള്ളതൊക്കെ ഇന്നാളിൽ ഞാൻ കുറച്ച് ഇതുപോലെ കുതിർത്ത് കൊണ്ടുവന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്ന് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പൂക്കാൻ തുടങ്ങി. പിന്നെ ഞാനത് എടുത്ത് ഉപയോഗിച്ചൊന്നുമില്ല, എടുത്ത് കളയേണ്ടി വന്നു. കുറച്ച് ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ ഉണങ്ങി പൊടിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാനൊരു സാമ്പാറിന് വയ്ക്കാനെ കൊണ്ട് പരിപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും സാമ്പാറിൻ്റെയും സ്വല്പം പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടാണ് അരി വെയിലത്തിടാൻ പോയത്. അപ്പോഴേ മേടിച്ചുകൊണ്ടപ്പം പെരയുടെ പുറം എല്ലാം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കാറ്റിനും മഴയ്ക്കും പൊടിയും ഇലയുമായിട്ട് കിടക്കുകയാണ് ആകെപ്പാട്. അപ്പം പിന്നെ വെയിലോട് ഞാനത് തൂക്കേണ്ടി വന്നു. അപ്പോൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് അങ്ങ് അരി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തൂക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരി ഇട്ട് നിരത്തിയിട്ട് വീട്ടിൽ പോന്നു. ഇപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണാം. ഭയങ്കര വെയിലാണ്, എന്തോ ഒരു വെയിലാണ്. വെയിലത്ത് നിന്ന് തൂക്കുന്നത് തന്നെ ഒരു ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ്. എന്നാലും തൂത്ത് മാറ്റാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വെയിൽ കൊള്ളാൻ വയ്യ. പ്രത്യേകിച്ച് എനിക്ക് വെയിൽ കൊണ്ടാൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഒരു അലർജി ഉണ്ടിരുന്നു. അപ്പോൾ വെയിലങ്ങനെ കൊള്ളാൻ പറ്റില്ല.
ഞാനാണ് ക്രീമോ ലോഷനോ എല്ലാം തേച്ച് കൊണ്ടാണ് വെളിയിൽ പോകുന്നത്, വെയിലത്തിറങ്ങുന്നത്. അപ്പം എനിക്ക് ഇത് അങ്ങനെ വെയിൽ കൊള്ളാനും പറ്റില്ല. എന്നാലും ഇന്ന് ഞാൻ ശരിക്കും വെയിൽ കൊണ്ടു. അങ്ങനെ അരിയൊക്കെ നിരത്തി ഇട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ അപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാറിന് വെച്ച് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ പരിപ്പിലേക്കിട്ട് അത് പിന്നെ മസാലയെല്ലാം കൂടി ഇട്ട് സാമ്പാറാക്കി എടുത്തു. അപ്പോഴാണെങ്കിൽ പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ഒരു പെണ്ണ്, അവളാണ് ഇപ്പം നമ്മുടെ കത്തില്ലല്ലോ ഇപ്പോഴേ, അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കൊണ്ടുത്തരുന്നത് ആ കുട്ടിയാണ്. അവൾ ഫോൺ വിളിച്ചു, ചേച്ചി എവിടെയാണ് വീട്, ഒന്ന് ഇറങ്ങി നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങി നിൽക്കാം മോളെ, ഇന്ന സ്ഥലത്തോട്ട് വരിക എന്ന് പറഞ്ഞു. പക്ഷേ ആ കൊച്ച് വന്ന് പിന്നെ അവിടെ തന്നെ നിന്നു. അവിടെ നിന്നിട്ടൊന്ന് ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഒടുവിൽ അത് ഫോൺ വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഞാൻ ഇറങ്ങി നിന്നപ്പോൾ അത് എന്നോട് ചോദിച്ച ചോദ്യം, ഇന്നാരുടെ വീട് ഇവിടെ ആണെങ്കിൽ ഇന്നാരുടെ ഒരു പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാരുടെ പേര് പിന്നെ പറഞ്ഞാൽ പോരായിരുന്നു. ഞാനെങ്ങനെ അറിയുന്നത് ഇന്നാരുടെ പേര് ഫേമസ് ആണെന്ന്? എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാനിവിടെ ഫേമസ് ആയിട്ടൊന്നും ആ കുട്ടിയെ കണ്ടിട്ടില്ല. അപ്പോഴേ ഇനി ഫേമസ് ആയിരുന്നിരിക്കാം. അങ്ങനെ ഇതുവഴി പോയ പച്ചക്കറിയും വാങ്ങിച്ച്, ഇപ്പോൾ വിലയാണ്, ഭയങ്കര വില. നിങ്ങളുടെ നാട്ടിലുണ്ട് ഇത്രയും വില? ഇത്ര സാധനത്തിന് 280 രൂപ. എന്തോയാണോ എനിക്കറിയത്തില്ല. കുറച്ച് കേരമീനുണ്ടായിരുന്നേ, ഞാനത് ഇപ്പോഴേ അത് വെട്ടി നുറുക്കി പിന്നെ അരപ്പെല്ലാം കൂടെ പുരട്ടി വെച്ചേക്കുകയാണ്. ഞാൻ പുരട്ടിയത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കാശ്മീരി ചില്ലി പൊടിയല്ല, മറ്റേ സാധാരണ മുളക് പൊടി, ഈ കറിവേപ്പില, പിന്നെ അത് യോജിപ്പിച്ച് ഇളക്കാനെ കൊണ്ട് വിനാഗിരിയോട് ഒഴിച്ച് അതെല്ലാം കൂടെ നന്നായി അരപ്പെല്ലാം മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഞാൻ ഇട്ട് ഇപ്പം ഈ ദശയിൽ പിരളാനായിട്ട് ഞാൻ വെച്ചേക്കുകയാണ്. ഇന്നെടുക്കുകയില്ല, ഇനി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. നാളെ രാവിലെ പള്ളിയിൽ പോകും. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാനിത് അച്ചാറിടും. പിന്നെ ജംഗ്ഷനിൽ പോയിട്ട് ഞാൻ അരിയൊക്കെ പൊടിച്ചുകൊണ്ട് പോന്നു. ഇനി ഇത് കുഴച്ച തേങ്ങയെല്ലാം കൂടി ചേർത്ത് നമുക്ക് വട്ടയപ്പത്തിന് എടുത്ത് വയ്ക്കണം. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം കുറേ നേരം സന്ധ്യയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ജംഗ്ഷൻ വരെ പോയി ഇത് പൊടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ATM-ൽ പൈസയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ കൂടെ മുന്നോട്ട് പോകണം. അതായത് 15 രൂപ ടിക്കറ്റിൽ യാത്ര ചെയ്യണം. ഇവിടെ പോയി പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നാളെ 2-3 ദിവസത്തേക്ക് അവധിയാണല്ലോ. അപ്പം നമുക്ക് പൈസയുടെ ആവശ്യം വന്നാലും പൈസയുടെ ആവശ്യമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം പോയി എടുത്തുകൊണ്ട് വന്നു. നേരെ ഒരുപാട് ഇരുട്ടിപ്പോയി. ഇപ്പോഴേ ഇന്നത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഇപ്പോഴേ ചോറ് കഴിക്കുകയാണ്. എല്ലാം വെന്തു, ചോറ് കഴിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് കൂട്ടാനൊക്കെ. ഞാൻ ചോറ് കഴിക്കുകയാണ്. എല്ലാവരും കഴിച്ചോ?